Watch full episodes on Jio Hotstar. അല്ല ശിവ, നിന്റെ കയ്യിലുള്ള ആ ചെറിയ മനുഷ്യൻ ആരാണ് പറ? ലഡു സിംഗ് സർ. എന്ത്? ഒന്ന് വേഗത്തിലോട്, അല്ലെങ്കിൽ നമ്മളും ഇതുപോലെ ആവും. വേഗം എന്റെ പുറകെ തന്നെ വരൂ. ശിവ. ടൈറ്റായിട്ട് പിടിച്ചോളൂ. മാറി നിൽക്കൂ. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹവുമില്ല. മാറി നിൽക്കൂ. നിന്റെ കളി അവസാനിപ്പിച്ചോ? ഇനി നിനക്ക് വിശ്രമിക്കാനുള്ള സമയ. അതും എന്നേക്കുമായുള്ള വിശ്രമം. ഞാനും ചെറുതായോ? ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. പക്ഷേ നിങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയത് കാരണം ഞങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയും. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് വരാൻ കഴിയില്ല. ഇവരെ ആരെയും ബന്ധനസ്ഥരാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇവര് രക്ഷപ്പെട്ടാലോ? ഇവരെ എല്ലാം കൊന്നേക്ക്. മനുഷ്യന്മാരെല്ലാം നമ്മുടെ ശത്രുക്കളാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കഥ ഞാൻ കഴിക്കാൻ പോവുകയാണ് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ. ശിവ എന്നാണ് എന്റെ പേര്. എനിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, ശത്രു അല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നീ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്, മാത്രമല്ല ധൈര്യശാലിയുമാണ്. ഗുംനാം സിംഗ് എന്ന് പറഞ്ഞ ഒരാള് ആൾറെഡി ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും തുളസി ചെടിയിലാണ് ജീവിക്കാറ്. ഈ മലയിൽ ഒരുപാട് തുളസി ചെടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എല്ലാവരും തുളസി മല എന്ന് പറയുന്നത്. പക്ഷെ ഗുംനാം സിംഗ് എല്ലാ തുളസി ചെടിയും കൊണ്ടുപോയി. അത് ഞങ്ങളെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. എവിടെ കൊണ്ടുപോയി എന്നോട് പറയൂ. പക്ഷെ ആദ്യം നിങ്ങള് ഞങ്ങളുടെ സൈസ് ഒന്ന് പഴയതുമാതിരി ആക്ക്. ഞങ്ങള് ടൈനി സൈസ് ആയിട്ട് മാറ്റിയിരിക്കല്ലേ. ഈ സൈസിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ഒന്ന് നോർമൽ ആക്ക വേഗം. ശരി, ഇവരെല്ലാം പഴയതുപോലെ ആക്കിയേക്കും. അതെ അതെ, നമ്മളെല്ലാവരും നോർമൽ സൈസ് ആയി. ഗുംനാൻ സിംഗിന്റെ പേര് ഉടൻ തന്നെ വളരെ പേര് കേട്ടതായി മാറും. ആ തുളസി ചെടിയിലുള്ള ചെറിയ ആളുകളെല്ലാവരും എന്റെ അടുത്തേക്ക് ഓടി വരുന്ന ദിവസം ഇനി വിദൂരമല്ല. അവരെന്റെ ഈ കോളനിയിൽ എന്നോട് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കും. അതുവരെ ഞാൻ ഉണ്ടാക്കിയ ആ കോളനി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഹലോ ടൈനി മാൻസ്, എല്ലാവർക്കും സുഖല്ലേ? അല്ല, ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരടിപൊളി കോളനിയല്ലേ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സുഖിച്ചു കഴിയുന്നേ. ഇനി കുറച്ചു ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ.
അതിനുശേഷം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഇതാ ഇവിടെയുണ്ടാവും. അതിനുശേഷം ഈ ലോകത്തിൽ എന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകം മുഴുവനും എന്റെ കാൽപാദങ്ങളിലായിരിക്കും. അതുവരെ നമ്മളെല്ലാവരും സമാധാനത്തോടെ വേണം ഇവിടെ കഴിയാൻ. അതിനുശേഷം ശക്തി നമ്മളോടൊപ്പം മാത്രമായിരിക്കും. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ഇവിടെ മുഴുവനും ചുറ്റിനും തുളസിയുടെ കളിയാണല്ലോ. അതിന്റെ മുകളിൽ വട്ടത്തിലൊരു ഫ്രെയിം കാണുന്നില്ലേ? അതിനകത്ത് ഒരു ഹിഡൻ നെറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ആ തുളസിയുടെ മുകളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഹിഡൻ നെറ്റ് പെട്ടെന്ന് നിങ്ങളെ വന്ന് പിടിക്കുന്നതായിരിക്കും. അതോടെ അവരുടെ പണി തീരും. അവര് പിടിച്ചോണ്ട് പോയി അവരെ എവിടെ വെച്ചിരിക്കുന്നേ? അറിയില്ല. ആ ആൾക്കാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ അത്രമാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രശ്നം വ്യത്യസ്തമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുമായി തിരികെ പൊക്കോളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് രാത്രി സമയത്ത് നിങ്ങളുടെ ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. ശിവ, ഞങ്ങൾ നിന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്നോട് ക്ഷമിക്കൂ സഹോദര, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നോ ഹോട്ട് ഫീലിംഗ്സ് ബ്രോ. നോ ഹോട്ട് ഫീലിംഗ്സ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും എങ്ങനെ ഞങ്ങളെ ചെറുതാക്കിയോ അതുപോലെ ഗുംനാം സിംഗിനെയും ചെറുതാക്കി പിടിക്കാമായിരുന്നല്ലോ. ഗുംനാം സിംഗ് എന്തോ ഒരു ആന്റിഡോട്ട് കണ്ടുപിടിച്ചിട്ട് അവനും അവന്റെ ആൾക്കാരൊക്കെ അത് കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ചെറുതാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ സാരല്ല, ഇന്ന് രാത്രി നിങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. ഓക്കെ ശിവ. ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. അല്ല, ഇതെന്തായിരിക്കും ഇങ്ങനെ സോഫ്റ്റ്? ഏലിയൻസ് ആണോ ശിവ? ശരിക്കും ഏലിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ യൂഡേ, എപ്പം നോക്കിയാൽ നിനക്ക് ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പുറകെ ഒന്ന് നോക്കാം. അങ്ങനെ എന്തോന്നാ പുറകില്? നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും വീടുകളിലേക്ക് പോ കുട്ടികളെ. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. Don't worry, don't worry. ഇങ്ങനത്തെ ഡോഗ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ, നിങ്ങൾ മാറി നിന്നോ. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. കണ്ടോ ഡോഗീസ്, ഇത് കണ്ടോ? ഡോഗ് ഇങ്ങോട്ട് വന്നേ, വരാൻ. കഴിക്കേ, വേഗം കഴിക്കേ. കണ്ടല്ലോ, സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ. മതി മതി, ഇനി എന്റെ കയ്യില് ബിസ്ക്കറ്റ് ഇല്ല. ഇനി ഞങ്ങൾ അകത്തേക്ക് പോകാൻ അനുവദിക്കേ. എന്താ മനസ്സിലായില്ലേ? ബിസ്ക്കറ്റ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ബിസ്ക്കറ്റ് നോ മോർ, നോ മോർ. എന്നെ കടിക്കല്ലേ, വിടൂ, എന്നെ വിടാൻ. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോട്ടെ. എന്തിനാ എന്റെ പുറകെ എങ്ങനെ വരുന്നത്? എനിക്ക് പോണം.
ലഡു സിംഗ് സാറേ, ഇതെന്താ നിങ്ങള് നായയെ പോലെ സംസാരിക്കുന്നത്? 4 ഡോഗീസ് ചേർന്ന് എത്രയാ കടിച്ചെന്നറിയോ? ഞാൻ മറന്നു, ഞാനിപ്പോ മനുഷ്യനാണോ അതോ ഡോഗി ആയി മാറിയോന്ന്. ലഡു സിംഗ് സർ, ഡോഗീസ് ഒക്കെ പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. താങ്ക് യു ശിവ, എന്നെ ഓർമ്മപ്പെടുത്തിയതിന്. സത്യം പറഞ്ഞ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഐഡിയ വിട്ടിട്ട് വേറെന്തെങ്കിലും ആലോചിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.